പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ വണ്ടി സൈക്കിൾ ഹബിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഓക്കെ ഓക്കെ. സൈക്കിൾ ഹബ് എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് ശരിക്കും ആദ്യം ഇറങ്ങിയ വണ്ടിക്ക് സൈക്കിൾ ഹബ് ആയിരുന്നു. സൈക്കിൾ ഹബ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? സൈക്കിൾ ഹബ് മെയിനായിട്ട് സാധാ നമ്മളെ വണ്ടിയെ പോലെയല്ല, ഒരു സൈഡ് വലുത് ഒരു സൈഡ് ചെറുതുമായിരിക്കും. ഓക്കെ. നോർമലി മറ്റുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് സെയിം ആയിരിക്കും. രണ്ടും സെയിം. അതേപോലെ രണ്ട് സൈഡ് കമ്പി രണ്ട് ടൈപ്പാണ്, ഒന്ന് നീളം കൂടുതലും ഒന്ന് ചെറുതുമാണ്. ഓക്കെ. അതുപോലെ ഈ ഇപ്പൊ ഈ കമ്പികളും കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നുന്നു, തിക്നെസ് കൂടുതലാണ്, വ്യത്യാസമുണ്ട്. ഓക്കെ. അതിപ്പോ ഈ സൈക്കിൾ ഹബ് ആയതുകൊണ്ടാണോ അതല്ല സൈക്കിൾ ഹബിന് അങ്ങനെയാണ് വരുന്നത്, കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും. ഓക്കെ. മിറർ മാറിയിട്ടുണ്ടല്ലേ? ഈ ഇതിൽ ഈ പാർട്സുകളെല്ലാം തന്നെ കസ്റ്റമർ ഡയറക്റ്റ് നമുക്ക് ഡൽഹിയിൽ നിന്ന് മുംബൈയിൽ നിന്നൊക്കെ ആയിട്ട് വരുത്തി തന്നതാണ്. ഓക്കെ ഓക്കെ. ഇതൊക്കെ പ്ലേറ്റ് അല്ല, ഇത് പുതിയതാണ്, ഇത് പ്ലേറ്റ് ചെയ്തല്ല, ഇതെല്ലാം കസ്റ്റമർ വരുത്തിയതാണ്. ഇത് ഈ ബ്രാസിന്റെ ലിവർ കാര്യങ്ങളെല്ലാം ഇതിൽ ഈ ആന്റി ക്ലോക്കസ് മീറ്റർ മാത്രം നമ്മൾ ഇവിടുന്ന് മേടിച്ചാണ്, പുള്ളി അത് മേടിക്കാൻ വിട്ടുപോയി. ബാക്കിയെല്ലാം പുള്ളി തന്നെയാണ് വരുത്തിയത്, A to Z സാധനം. ഓക്കെ. അപ്പോൾ സ്പെയറിന് ഇപ്പോൾ എല്ലാം കൂടി ഇതിലിപ്പോൾ എഞ്ചിൻ കംപ്ലീറ്റ് ടോട്ടലി പണിതിട്ടുണ്ട്. എഞ്ചിൻ പണിതതും നമ്മളെ ലേബർ, സ്പെയർ, പിന്നെ ബാക്കിയുള്ള കംപ്ലീറ്റ് എല്ലാം കൂടി നമ്മളെ വർക്ക്ഷോപ്പിൽ ഏതാണ്ട് 77 സംതിങ് ആയിട്ടുണ്ട്, പെയിന്റിംഗ് ഇല്ലാണ്ട്. പിന്നെ പുള്ളി മേടിച്ച പാർട്സും കൂട്ടാണ്ട് പുള്ളി ഏതാണ്ട് 70-75 റുപ്പീസിന് ഇതിന് പാർട്സ് മേടിച്ചിട്ടുണ്ട്. ഈ ഈ ക്രാഷ് ഗാർഡ് ഇതൊക്കെ ഹെവി ഡ്യൂട്ടി സാധനങ്ങളാണ്. ഇതിന് തന്നെ 5000 എന്തോ ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് സൈലൻസർ ഇത് തന്നെ 2,500 എന്തോ അതായി. അപ്പം അങ്ങനെ ഒരുപാട് പൈസ പുള്ളിക്കായി. എല്ലാം പുള്ളി നേരിട്ട് പുള്ളി പുറത്താണ്, ഗൾഫിലാണ്, അവിടെ നിന്ന് പുള്ളി ഡൽഹി വഴി നമുക്ക് വരുത്തുന്നതാണ്. ഓക്കെ.